ഏറ്റവും സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ കഴിയുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഇതിനേക്കാളും ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവാനേ ചാൻസ് ഇല്ല. അത്രക്കും സിമ്പിൾ ആണ്. കറി ഇല്ലാണ്ട് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ മിക്സിന്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഒരു മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബാറ്റർ ആക്കിയിട്ട് എടുക്കണം. അപ്പൊ ഒരു 1/4 കപ്പെല്ലാം വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഏകദേശം കറക്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പൊ ദാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ മാവ് റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത്. ഇത് ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോൾ നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബാറ്റർ കിട്ടും. ഇനി നമ്മൾ ദോശക്കല്ല് ചൂടാക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഓരോ സ്പൂണ് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ നോൺ സ്റ്റിക്കിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് ഓയിലിന്റെ ആവശ്യമൊന്നും വരില്ല. അല്ലാണ്ട് സാധാ ദോശക്കല്ലിലാണെങ്കിൽ നിങ്ങൾ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ. നമ്മൾ മാവ് ഒഴിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ചുറ്റിച്ചു കൊടുക്കണം. കുറച്ച് നേരിയതായിട്ട് ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. എന്നിട്ട് ഒരു സൈഡ് കുക്കായി കഴിയുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പൊ ഇതിന്റെ അടിഭാഗം കുറച്ചൊന്ന് മൊരിഞ്ഞു വരണം. അതുവരെ നമ്മൾ കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ ഇത് ഇത്രയും മതി. ഇനിയിപ്പോ ഇതിന്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് നെയ്യ് തൂക്കി കൊടുക്കാം. അപ്പൊ ഇതുപോലെ നെയ്യാക്കി കൊടുത്താൽ ഇതിന് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. എന്നിട്ട് വേണമെങ്കിൽ ഇതിന്റെ മുകളിൽ കുറച്ച് പഞ്ചസാരയും കൂടി വിതറി കൊടുക്കാം. വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഷുഗർ ചേർക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പൊ ഇത്രയും മതി. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കറിന്റെ കൂടെയോ കറി ഇല്ലാണ്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ പറ്റും. പിന്നെ കറി ഇല്ലാണ്ടാണ് കഴിക്കുന്നത് എങ്കിൽ ഷുഗർ ചേർക്കരുത് കേട്ടോ. അതുപോലെ തന്നെ മൈദ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ ഗോതമ്പ് പൊടി വെച്ചിട്ടും ഇതുപോലെ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഈ ചൂട് സമയത്ത് കുറെ സമയം അടുക്കളയിലൊന്നും നിൽക്കാണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. അപ്പൊ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ആക്കി നോക്കാവുന്നതാണ്. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമന്റും ചെയ്യണേ.